ഫാസ്റ്റ് കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ആടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. ആട് 3യുടെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പൊ ആട് 3നെ കുറിച്ച് അറിയണം, ആട് 2നെ കുറിച്ച് അറിയണം. ആട് 2നെ പറ്റി അറിയണമെങ്കിൽ ആട് 1നെ പറ്റി പറയണം. പക്ഷെ നമ്മൾ അതൊന്നുമല്ല പറയാൻ പോണത്. ആട് 3യെ പറ്റി പല ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതെ ആട് 2-ല് ഇതിനെ പറ്റി ഒരു ചെറിയ കാര്യം മെൻഷൻ ചെയ്ത് പോകുന്നത് ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മൾ ആട് 3-ല് കണ്ട ട്രെയിലറിലുള്ള ഒരു ഹിന്റ് നമ്മുടെ ആട് 2 സിനിമയിൽ ഉണ്ടായിരുന്നു. ആ പാപ്പന്റെ എൻട്രി നടക്കുന്ന സമയത്തുള്ള ഇതാണ്. അതായത് പാപ്പ ഒരു പോലീസുകാരനെ ഒരു പാലത്തിന്റെ മല വെട്ടിപ്പിടിച്ച് കാട്ടുജന്തുക്കളോട് യുദ്ധം ചെയ്ത് ഒന്നുവിളച്ച കാരണവന്മാരാണ് എന്നെ. അതൊക്കെ ഉണ്ട്. അതായിരിക്കാം അല്ല, വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. അതാണ് നമ്മൾ മിഥുൻ മാനുവൽ നമുക്കായി കാത്തുവെച്ച സർപ്രൈസ്. ആട് 3-ൽ പറയുന്ന ഒരു ഹിസ്റ്ററി പീരിയോഡിക് ഡ്രാമ പോലെ കാണിക്കുന്ന ഭാഗം പാപ്പന് ഈ പറഞ്ഞ കാര്യമായിരിക്കും. ആ ഒരു യുദ്ധവും കാട് വെട്ടിപ്പിടിക്കണ പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പൊ പാപ്പന്റെ പൂർവികനാണ് അത്. അതേസമയം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, പാപ്പന് പൂർവികരുള്ളത് പോലെ തന്നെ ആ ഉള്ള നാട്ടിൽ എല്ലാവർക്കും പൂർവികരുണ്ട്. ഉൾപ്പെടെ എല്ലാവർക്കും പൂർവികരുണ്ട്. അവരെല്ലാരും അന്ന് കാലത്തുണ്ടായിരുന്ന ആ ഒരു ഇതേ ടീമായിരിക്കും അന്നുണ്ടായിരുന്നത്. അവരെ ക്യാരക്ടറിന്റെ ആ ഒരു സാധനങ്ങളെല്ലാം സിമിലർ. പക്ഷെ ഇത് കണക്ട് ആവാത്ത ഒരു കാര്യമുണ്ട്. ഡ്യൂഡ് ബാങ്കോക്കിൽ നിന്നല്ലേ വന്നത്. അപ്പൊ ഡ്യൂഡിന്റെ പൂർവികര് ബാങ്കോക്കിലായിരിക്കും. എടാ അങ്ങനെയല്ല, അതിനകത്ത് ഡ്യൂഡ് പറയുന്നുണ്ട് ഞാൻ മറ്റേ ബാങ്കോക്കിൽ പോയി അങ്ങനെ ദാമോദര ഉണ്ണി മകൻ അങ്ങനെ ആകുമ്പോ കണക്ട് ആവും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും ഇവരുടെ എല്ലാവരുടെയും പൂർവികർ അന്നുണ്ടായിരുന്നു. ഇതേ ക്യാരക്ടർ ഇതേ ആൾക്കാരായിട്ട് തന്നെ. എടാ ഇപ്പൊ പ്രസന്റില് ഷാജി പാപ്പന്റെ ശത്രുക്കളിൽ ഒരാൾ ഡ്യൂഡാണ്. അതിലും ഡ്യൂഡാണ് ആ രാജാക്കൾ തമ്മിലുള്ള ശത്രുക്കൾ. അപ്പൊ ഇവര് തമ്മിലായിരിക്കും യുദ്ധമൊക്കെ. പിന്നെ ബോഡി സോപ്പ് ആയിരിക്കും പറയുന്നുണ്ട്. അതിങ്ങനെ ഒരു തോന്നല്. മറ്റേ ഷാജി പാപ്പ മറ്റേ ഇങ്ങനെ എന്തെങ്കിലും ചളി നമുക്ക് തുപ്പൂലേ വെള്ളം, അത് കണക്ക് സണ്ണി വേലാൽ തുപ്പുന്നുണ്ട്. ഷാജി പാപ്പ മാത്രമല്ല അങ്ങനെ തുപ്പുന്നുള്ളൂ. അപ്പൊ ബോഡി സോപ്പ് അങ്ങനെ വരത്തില്ലേ. പിന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു നിക്കറുണ്ട്, ചിലപ്പോ അതൊരു ടൈം ട്രാവൽ മിഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് എന്താ ടൈം ബോംബ് എല്ലാം ഫിറ്റ് ചെയ്ത് നിക്കറടി അങ്ങനെ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇതാണ് ആ ഹിന്റ് പൂർവികരുടെ. പിന്നെ ഈ പൂർവികര് പറഞ്ഞ ഒരു പാലത്തിനെ പറ്റി ട്രെയിലർ കാണിക്കണുണ്ട്. അതേ പാലം പൊട്ടിക്കുന്ന കാര്യമാണ് പ്രസന്റ് കാലത്ത്. മെയിൻ ക്യാരക്ടറാ പാലുമായിരിക്കും. പാലം പൊട്ടിച്ച എന്തോ കിട്ടും. അതാണ് ഷാജി പാപ്പ അമ്മച്ചിരുത് പറയണത്, പാലം പൊട്ടിച്ചതിനെ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞു. നീ പാലം പൊട്ടിച്ചിട്ടാണ് രക്ഷിക്കാൻ. പാലത്തിനെ പറ്റി പാലം അടിക്കാൻ മെയിൻ ക്യാരക്ടർ. പിന്നെ ആട് 1-ൽ നീലക്കൊടുവേലി, ആട് 2-ല് മറ്റേ കമ്മട്ടം, ആട് 3-ല് പാലം. പിന്നെ വിജയ് ബാബു പറയുന്നുണ്ട് ഇന്റർവ്യൂലൊക്കെ മറ്റേ റിവെഞ്ചുകളൊക്കെ മറ്റേ കൈപ്പുറം കുഞ്ഞപ്പന്റെ റിവെഞ്ച് കൊടുക്കാൻ പോകും. അപ്പൊ അബു റിവെഞ്ച്. പിന്നെ മമ്മൂക്കയുടെ കാര്യം നീ കണ്ടായിരുന്ന വിജയ് ബാബു പറഞ്ഞത്? കാണൂല നീ. എന്തിനു പറഞ്ഞു? മമ്മൂക്ക ഇല്ല, പക്ഷെ ഇവരെല്ലാം ഫ്രൈഡേ യൂണിവേഴ്സിറ്റി ഉള്ളവരാണ്. അവര് ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ അവര് കമന്റ് ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ മറ്റേ ഷാജി ബാബുവിന്റെ ഡ്രസ് ഇല്ലേ, അത് മറ്റേ ആട് തോമയില് ലാലേട്ടന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അറിഞ്ഞൂടാ. എന്തായാലും മമ്മൂക്കയ്ക്ക് ഒരു റെഫറൻസ് നമുക്ക് അതൊക്കെ എന്തോ ആണെന്ന് കണ്ടറിയാം. അത്രേ ഉള്ളൂ. നല്ലോണം പണിയില്ലെങ്കിൽ പണി കിട്ടും. അല്ലേ മറ്റേ രേഖാചിത്രത്തിൽ കാണിച്ചാൽ മതി. അത് സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ള വിശേഷം. അപ്പൊ ആട് 3-ന്റെ ബാക്കി വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാം. ലൈൻ കട്ട്.